ഇപ്പം പ്രഗ്നൻസി കഴിഞ്ഞ ഒരു അമ്മ വെയിറ്റ് റിഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്തിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും പ്രഗ്നൻസി കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് നാച്ചുറലായിട്ടൊരു വെയിറ്റ് ഗെയിൻ വരും. ആ സമയത്ത് വരുന്ന ഫുഡിൻ്റേക്കും അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് ശേഷം വരുന്ന ഒരു കെയറൊക്കെ കൊണ്ട് തന്നെയും അവിടെ ഒരു വെയിറ്റ് ഗെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇന്നത്തെ ഒരു തലമുറ ഈ വെയിറ്റിനെ കുറിച്ച് ഓവർ കൺസേൺഡാണ്. അപ്പോൾ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞു തൊട്ടടുത്ത മാസം തന്നെ വന്ന് വെയിറ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, നമ്മൾ എന്തെങ്കിലും വെയിറ്റ് റിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരു ഡയറ്റീഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 6 months പീരീഡ് ആ കുഞ്ഞ് പ്യുവർലി ഡിപ്പെൻഡ് ചെയ്യണ ബ്രസ്റ്റ് മിൽക്കിനെ മാത്രം. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു റെസ്ട്രിക്റ്റീവ് ഡയറ്റ് പോവുക, അല്ലെങ്കിൽ ഒരു വെയിറ്റ് റിഡക്ഷൻ ഡയറ്റ് പോയി ന്യൂട്രിയൻസ് എല്ലാം കംപ്ലീറ്റ്ലി ഡെഫിസിറ്റ് ആയി പോയാൽ എന്ത് സംഭവിക്കാം? അവിടെ ഒരു മിൽക്ക് പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യാം. ആ കുഞ്ഞിൻ്റെ ഗ്രോത്തിനെയും കുഞ്ഞിന് കിട്ടേണ്ട ന്യൂട്രീഷനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു 6 മാസക്കാലം ഒരു രീതിയിലും നമ്മളൊരു വെയിറ്റ് റിഡക്ഷന് പ്ലാൻ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഐഡിയലി ഒരു 1 yearന് ശേഷമാണ് വെയിറ്റ് റിഡക്ഷൻ നല്ലത്. പിന്നെ നിങ്ങളൊരു ഡയറ്റീഷ്യനെ കണ്ട് ഒരു മീൽ പ്ലാൻ എടുക്കുകയാണെങ്കിൽ, അതുപോലെ ഒരു അഡ്വൈസ് എടുത്താൽ ഫുഡുകൾ നമ്മൾ കഴിച്ചാൽ പോലും എങ്ങനെ അതൊരു വെയിറ്റ് ഗെയിനിലേക്ക് പോവാതിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോവാം എന്നൊരു അഡ്വൈസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും.